അതിനെ ഒക്കെ എതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണുള്ളത്. പക്ഷേ അത് ഇതുമാതിരിയുള്ള രൂപത്തിലുള്ളതാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ടും ഫയലും സഭ മുമ്പാകെ സമർപ്പിക്കും. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് ആലോചിക്കും. പക്ഷേ ഈ കോർപ്പറേഷനിൽ ഈ പറയുന്നവർ എത്ര ആളുകൾ സ്ഥിര നിയമനക്കാരുണ്ട്, എത്ര കോൺട്രാക്റ്റുകാരുണ്ട്? ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോർപ്പറേഷൻ പോലുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച കാര്യത്തിനകത്ത് അത് കഴിഞ്ഞ് 4 വർഷം യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായില്ല. അതിങ്ങനെ കാടും പിടിച്ച് കിടക്കുകയാണ് ഉണ്ടായി. ആ ആക്ഷേപങ്ങൾ കംപ്ലീറ്റ് നമ്മളെ പോലുള്ള ആളുകൾ ഒന്നുകിൽ മേശപ്പുറത്ത് ആ ഫയൽ നോട്ട് വെക്കണം. ആ ഫയൽ ഇവിടെ വെച്ചിട്ട് ആ ഫയലിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അത് പറയപ്പെടുന്നത് മുൻ മേയർ ശ്രീ ആൾക്കാരുടെ പേരൊന്നും പരാമർശിച്ചില്ല, ഇഷ്യൂ പറയണം. അതെ, പിന്നെ അറിയപ്പെടുന്നത് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം അതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് പോലും വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മേയർ, ഡെപ്യൂട്ടി മേയർ, മറ്റ് കൗൺസിൽ അംഗങ്ങളെ, ഇത്തരത്തിലെ കമലേശ്വരമായിട്ടുള്ള ഒരു വിഷയം അതീവ ഗൗരവത്തോടു കൂടിയാണ് ശ്രീ ഗിരി അവതരിപ്പിച്ചത്. കഴിഞ്ഞ 2017-18 കാലഘട്ടങ്ങളിൽ ശ്രീ ഒ രാജഗോപാൽ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയാണ് ഞാൻ ഈ പണി തിരുവനന്തപുരം ഓപ്പറേഷൻ വഴി നടപ്പിലാക്കിയത്. എന്നാൽ കൊറോണ കാലഘട്ടമായി കണ്ട് 45 വർഷമായി തിരുവനന്തപുരം നഗരസഭയുടെ ഒരു 45 സെന്റ് സ്ഥലം ഇങ്ങനെ കാടും കയറി പാമ്പും സാമൂഹിക വിരുദ്ധരുടെ ശല്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ സെന്ററിന് അന്നത്തെ കൗൺസിലറായിരുന്ന ഞാൻ രൂപം കൊടുത്തത്. കാരണം മുട്ടത്തറ എന്ന പ്രദേശം വളരെ അതിദാരിദ്ര്യം കഴിയുന്ന ഒരു പ്രദേശമാണ്. ശ്രീവരാഹം, കമലേശ്വരം, കളിപ്പാങ്കുളം, ഇങ്ങനെയുള്ള അമ്പലത്തറ, ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ മക്കൾക്ക് ഒരു വിവാഹത്തിൻ്റെ പാർട്ടിയോ വിവാഹമോ നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംരംഭം കൊണ്ടുവന്നത്. അന്ന് ശ്രീമാൻ VK പ്രശാന്ത് ആയിരുന്നു അന്നത്തെ മേയർ. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമാർ സാറിനും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഞാൻ അദ്ദേഹത്തെയും സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോണ ബാധിച്ചത് കാരണം ഈ 2 കോടിയുടെ വർക്ക് ഞാൻ 2020 ആയപ്പോഴേക്കും ചെയ്തു തീർത്തു. ആദ്യത്തെ ഡൈനിങ് ഹാള് മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിന് മുകളിലുള്ള വിവാഹം നടക്കുന്ന ഏരിയ ചുരുക്കി ഇപ്പോഴത്തെ ഇഷ്യൂലോട്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം അടുത്ത കൗൺസിലർ വന്നു. ശ്രീ വിജയകുമാരി ആയിരുന്നു കമലേശ്വരൻ കൗൺസിലർ. അത് കഴിഞ്ഞ് 4 വർഷം യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായില്ല. അതിങ്ങനെ കാടും പിടിച്ച് കിടക്കുകയാണ് ഉണ്ടായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് വർഷത്തിൽ, അതായത് 2025 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തിൽ ഈ പണി ആരംഭിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പണി വളരെ ധൃതിയായിട്ടാണ് ആ ഒരു വർഷം പണി ആരംഭിച്ച് പൂർത്തീകരിച്ച ശേഷം അവിടെ ശിലാസ്ഥാപനം ചെയ്തതിനെയൊക്കെ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അറിയപ്പെടുന്ന ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് പോലും വിളിച്ചിട്ടില്ല. അവരിതൊക്കെ സത്യം കൂടി ഞാൻ പറയുക. 26-ലോട്ട് വരണം. അതെ, 26-ലാണ് നടന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പറഞ്ഞ ഒരു വിഷയം അതീവ ഗൗരവമുള്ളതാണ്. ഇത് യാതൊരുവിധ നടപടിക്രമങ്ങളും മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ഒന്നും പാലിക്കാതെ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും അറിയാതെ, ജിനു മോൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പയ്യൻ, അവരൊന്നും അറിയില്ല. ഈ വിഷയം അറിഞ്ഞ് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതിലെന്തോ ഒരു ബിനാമിയുണ്ട്. അത് പറയപ്പെടുന്നത് മുൻ മേയർ ശ്രീ ആൾക്കാരുടെ പേരൊന്നും പരാമർശിച്ചില്ല, ഇഷ്യൂ പറയണം. ആൾക്കാരുടെ പേര്, സഭയില്ലാത്ത ആൾക്കാരുടെ പേര് പരാമർശിച്ചില്ല. ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഇഷ്യൂ ഇത്ര മാത്രമേ ഉള്ളൂ. അതില് വൻ അഴിമതി നടന്നിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കണം എന്നതാണ് എന്റെ ആവശ്യം. നമുക്ക് മൈക്ക് വാങ്ങിച്ചു. ഈ ഫിസിക്കൽ ഫയലിൽ ഒരിടത്തും തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി കാണുകയോ ഒപ്പിടുകയോ രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉചിതമായ നടപടി ബഹുമാനപ്പെട്ട മേയർ സ്വീകരിക്കുക. നിങ്ങൾ അധികാരമേറ്റിട്ട് 4 മാസം കഴിയുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അത് അസറ്റുകളുടെ കാര്യമാവട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവനക്കാരുടെ കാര്യമാവട്ടെ, ആ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടൊരു മറുപടി നൽകുവാൻ ഇതുവരെ 4 മാസമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഏറ്റവും കൂടുതൽ അസറ്റുകളും ഏറ്റവും കൂടുതൽ ജീവനക്കാർ, പെർമനന്റുകാരും അതോടൊപ്പം കണ്ടിജന്റുകാരും അല്ലാത്ത ആളുകളും ഒക്കെയുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോർപ്പറേഷന് കീഴിലുള്ള
അസറ്റുകളെ കുറിച്ച്, ഈ വസ്തുക്കളെ കുറിച്ച്, അതോടൊപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച്. ഇന്നത്തെ ഇതിനകത്ത് തന്നെ കണ്ടിജന്റ് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ആ പഴയ ഒരു ഫെയ്ത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ കോർപ്പറേഷനിൽ ഈ പറയുന്ന പോലെ എത്ര ആളുകൾ സ്ഥിര നിയമനക്കാരുണ്ട്, എത്ര കോൺട്രാക്റ്റുകാരുണ്ട്, ആ കോൺട്രാക്ടർകാർ ഏത് വഴിക്ക് കയറിയതാണ്, കുടുംബശ്രീ വഴി കയറിയതാണോ, എത്ര കണ്ടിജന്റുകാരുണ്ട്, അവർ എത്ര കാലമായി ഏത് വഴിക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാർ എത്ര ആളുകളുണ്ട്, പലയിടത്തും തുമ്പൂർ വഴി എത്ര ആളുകളുണ്ട്, അതിനെക്കുറിച്ചൊരു കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുശേഷം നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ആളുകളെ എടുത്തുകൊണ്ട് കാര്യം കൂടി അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായി അടുത്ത ഒരു കൗൺസിൽ വരുമ്പോൾ നമ്മുടെ കോർപ്പറേഷനുള്ള ഇത്തരത്തിൽ സംശയത്തിലുള്ള അസറ്റുകൾ അടക്കം, അല്ലെങ്കിൽ നേരത്തെ പറയുന്ന പോലെ സെക്രട്ടറി അടക്കമുള്ള സംശയം പറയുന്ന അസറ്റുകൾ അടക്കം, അതോടൊപ്പം എത്ര ആളുകൾ, എത്ര ജീവനക്കാർ ഈ കോർപ്പറേഷന്റെ ഭാഗമായി സ്ഥിരമായിട്ടും അല്ലാതെ ഉള്ളത്, അവർ വന്ന സമയം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ തന്നെ സർക്കാർ ഇറക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കോർപ്പറേഷൻ ഇറക്കുകയാണ് നല്ലതാണെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇപ്പോഴും ചർച്ച നടക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അജണ്ടയായിട്ട് തന്നെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഏതെങ്കിലും ഒരു കൗൺസിലർ അംഗം എണീറ്റ് ഇതിനെ സംബന്ധിച്ചൊരു ആക്ഷേപം പറയുകയും ആ ആക്ഷേപങ്ങൾ കംപ്ലീറ്റ് നമ്മളെപ്പോലുള്ള ആളുകൾ ഒന്നെങ്കിൽ മേശപ്പുറത്ത് ആ ഫയൽ നോട്ട് വെക്കണം, ആ ഫയൽ ഇവിടെ വെച്ചിട്ട് ആ ഫയലിനെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അതല്ലാതെ ഒരു കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിരത്തുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ഒരു നടപടിക്രമം ശരിയല്ല എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻസ് കമ്മിറ്റിക്ക് വിളിക്കാം. ഫിനാൻസ് കമ്മിറ്റിക്ക് അജണ്ടയ്ക്കകത്ത് ഉൾപ്പെടുത്തി ഈ ഫിനാൻസ് കമ്മിറ്റിക്കകത്ത് വെച്ച് ഇതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്താം. രണ്ട് മേയർ എന്നുള്ള രൂപത്തിൽ തന്നെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണം യഥാർത്ഥത്തിൽ ഈ കൗൺസിലിന്റെ മുമ്പിൽ വയ്ക്കാം. അങ്ങനെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കേവലം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോർപ്പറേഷൻ പോലുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ച് ആ എഗ്രിമെന്റിന്റെ പുറത്ത് റിട്ടേൺസ് ഉൾപ്പെടെ കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ട്. ഈ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന കഴിഞ്ഞ കോർപ്പറേഷന്റെ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കോർപ്പറേഷന്റെ കൗൺസിൽ നടത്തിയ ഒരു എഗ്രിമെന്റും ആ എഗ്രിമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പകുതിയെങ്കിലും പണം ഇവിടെ പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ കൈപ്പറ്റി കൊണ്ടിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുന്നതിന് മുമ്പ് സാധാരണ ഒരു നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ച് ഈ പറയുന്ന എഗ്രിമെന്റ് ഹോൾഡർ ആയിട്ടുള്ള ആളുകൾക്ക് അടക്കം നോട്ടീസ് കൊടുത്തുകൊണ്ട് വേണം മറ്റ് നടപടികളിലേക്ക് പോകാൻ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നാട്ടിൽ കോടതി കൊണ്ട് ഒരു എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യാനും ഒരു പെട്ടെന്ന് അയാൾക്ക് പറയാൻ കേൾക്കാനും ആ എഗ്രിമെന്റ് ഹോൾഡർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയി പോവുകയും ഇത് വീണ്ടും തടസ്സപ്പെട്ട് കിടക്കുകയും ചെയ്യുകയാണ്. ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ആരെങ്കിലും അത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നാലും ശരി തന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള സംഗതികൾ, അത് ഉദ്യോഗസ്ഥരുടെ പുറത്തായിരുന്നാലും ശരി തന്നെ, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സെക്ഷനായിരുന്നാലും കഴിഞ്ഞ സെക്ഷനിലിരുന്ന ആളുകളായിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ഇതിനകത്ത് വഴിവിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്ത് പോവാതെ ഒരു കരാറും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണുള്ളത്. പക്ഷേ അത് ഇതുമാതിരിയുള്ള രൂപത്തിലുള്ളതാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോലിയിൽ ബഹുമാനപ്പെട്ട വലിയുള്ള കൗൺസിൽ ഗിരികുമാറും അതുപോലെ തന്നെ ഉന്നയിച്ച വിഷയം ബഹുമാനപ്പെട്ട LDF പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീ ദീപക് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അടുത്ത കൗൺസിലിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ടും ഫയലും സഭ മുമ്പാകെ സമർപ്പിക്കും. അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് ആലോചിക്കാം. അതിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിൽ ചർച്ച ചെയ്തിട്ട് അടുത്ത നടപടികളിലേക്ക് ആലോചിക്കാം. നമുക്ക് ആ വിഷയം കഴിയാം. ധാരാളം സെൻട്രൽ കമ്മിറ്റിയിൽ